ദേശീയപാതയോട് ചേർന്നുള്ള കാനയിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് അയ്യങ്കാവ് ജംഗ്ഷനോട് ചേർന്ന് താമസിക്കുന്നവരും വ്യാപാരികളും. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാന നിർമ്മാണം നടത്തിയ സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ എത്തി സ്ലാബുകൾ മാറ്റി പരിശോധന നടത്തി. കനത്ത മഴയിൽ കാനയിൽ നിന്നും ദുർഗന്ധം നിറഞ്ഞ മലിനജലം റോഡിലേക്ക് കയറിയതോടെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് റോഡിന് ഇരുവശവും ദേശീയപാത അതോറിറ്റി കാന നിർമ്മിച്ചത്. സ്വകാര്യ കമ്പനിക്കായിരുന്നു നിർമ്മാണ കരാർ നൽകിയത്. അയ്യങ്കാവ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുകൂടി സ്കൂളിന് പുറകുവശത്തേക്ക് മലിനജലം ഒഴുകിയിരുന്ന കാന വീതി കൂട്ടിയാണ് പുതിയ കാന നിർമ്മിച്ചത്. എന്നാൽ കനത്ത മഴ പെയ്താൽ കാനയിൽ മലിനജലം നിറഞ്ഞ് പുറത്തേക്ക് വരുന്നതായും കൊതുക് ശല്യം വർദ്ധിച്ചതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. കിണറുണ്ട്, കുടിവെള്ളം സ്രോതസ്സാണ് കിണർ. കിണറിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുകയും ആ വെള്ളം മലിനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വല്ലാതെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. കാനയിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നില്ല. ഈ വെള്ളം ഒഴുക്കില്ലാത്ത കാരണം കൊണ്ട് ഇതിനകത്ത് തടഞ്ഞു നിന്നിട്ട് ഇവിടെ എല്ലാം മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം പൊങ്ങിയിട്ട് ഭയങ്കര ദുർഗന്ധമാണ്. ഇത് കൂടാതെ കൊതുകിൻ്റെ ശല്യം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല, കൊതുകാണ് മൊത്തം. ദുർഗന്ധം കൊണ്ട് അസഹനീയമാണ് ഇവിടുത്തെ. ഇത് ഇവിടെയുള്ള എല്ലാ കടക്കാരെ അതുപോലെ തന്നെ നാട്ടുകാരെ, സ്കൂളിലെ പിള്ളേരെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കോതമംഗലം നഗരസഭ കാന തുറന്ന് പരിശോധന നടത്താൻ കരാറുകാരായ ഇ.കെ.കെ. കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് കമ്പനി ജീവനക്കാർ JCBയുമായി എത്തി കാനയുടെ മുകളിലുള്ള ഏതാനും സ്ലാബുകൾ മാറ്റി പരിശോധന നടത്തി. മലിനജലം നിറഞ്ഞതിനാൽ കൂടുതൽ പരിശോധന നടത്താൻ കഴിയില്ലെന്ന് കമ്പനി ജീവനക്കാർ അറിയിച്ചതോടെ മലിനജലം മാറ്റി വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് കോതമംഗലം നഗരസഭ. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.